എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ആകെപ്പാടെ തകർന്ന മനസ്സോടു കൂടിയിട്ടാണ് അറക്കൽ വീട്ടിൽ നിന്ന് അനാർക്കലി ഇറങ്ങിപ്പോന്നെ. രഞ്ജുവിന്റെ കർണത്തിന് അടിക്കണ്ടായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു പോകുന്ന വഴിക്കെല്ലാം അനാർക്കലിയുടെ മനസ്സിലുണ്ടായിരുന്നേ. അനാർക്കലിക്ക് അത് ഓർക്കുമ്പോ ആകെപ്പാടൊരു വിഷമം. പാവം, എന്തിനാ അങ്ങനെ ചെയ്തേ? ഒരു പക്ഷെ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ചെയ്തു പോയതാണ്. തന്റെ മോളായിരുന്നെങ്കിൽ താന് അങ്ങനെ ചെയ്യുണ്ടായിരുന്നുള്ളൂ. അതേ ഇത് കാണിച്ചാണ്. പക്ഷെ അവൾക്ക് അത് സഹിച്ചില്ല. ആ സമയത്ത് അവളെ വിഷമിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രഗ്നന്റും കൂടെയാണ്. മനസ്സിനെ വേദനിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ ഒരു കുറ്റബോധം അനാർക്കലിയെ വേട്ടയാടുകയാണ്. ആ സമയം രഞ്ജു മുറിയിലേക്ക് വന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. രഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. മനസ്സിലാകെപ്പാടെ ഒരു കനം മൂടിയത് പോലൊരു വിഷമമായിരുന്നുണ്ടായിരുന്നേ. ആ സമയത്താണ് രഞ്ജുവിന്റെ ഫോണിലേക്ക് അനാർക്കലിയുടെ കോള് വരുന്നത്. രഞ്ജു നോക്കിക്കഴിഞ്ഞപ്പോൾ അനാർക്കലിയെ വിളിക്കുന്നത്. രഞ്ജു എന്ത് ചെയ്യണം? കോള് കട്ട് ചെയ്യുകയാണ്. അനാർക്കലി വീണ്ടും വിളിച്ചു. പക്ഷെ രഞ്ജു കോൾ അറ്റൻഡ് ചെയ്തില്ല. രഞ്ജു വീണ്ടും കോള് കട്ട് ചെയ്ത് വിടുകയാണ്. മൂന്നാലഞ്ച് വട്ടമായി കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജുവിന് ദേഷ്യം വന്നിട്ട് രഞ്ജു ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവാണ്. പിന്നീട് അനാർക്കലിക്ക് എന്തെന്നില്ലാത്ത വിഷമം. കാരണം പോകുന്ന വഴിക്കൊന്നും വണ്ടിയിൽ കാറിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ലാത്ത പോലെ, എന്തോ ഒരു വല്ലാത്ത തലയ്ക്കൊരു ഭാരം അനുഭവപ്പെടുന്ന പോലെ. അത് എന്തുകൊണ്ടാന്ന് മാത്രം അനാർക്കലിക്ക് മനസ്സിലാകുന്നില്ല. തന്റെ സ്വന്തം മോളല്ല അവള്. പക്ഷെ തനിക്ക് എന്നിട്ടും അവളോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. അതെന്താന്ന് അറിയത്തില്ല. അവള് പിണങ്ങിയിരുന്ന് കഴിയുമ്പത്തേനും തന്റെ മനസ്സിലൊരു വേദന, ഒരു വിഷമം, എന്താന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് അനാർക്കലി അങ്ങനെ പോവാണ്. പിന്നീട് അനാർക്കലി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും അനാർക്കലിക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. പിന്നെ ഒന്നുകൂടെ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി പറയണേ. അങ്ങനെ വിഷമിച്ച അനാർക്കലി മുറിയിലേക്ക് കയറി പോവാണ്. ആ സമയം ഗോവിന്ദ് മുറി ടെൻഷൻ അടിച്ചിരിക്കുക. ഗോവിന്ദിന്റെ മനസ്സിൽ അത്ര സമയം നടന്ന കാര്യങ്ങളൊക്കെയാണ്. അനാർക്കലി വന്നതും വിളിച്ചതും രഞ്ജുവിന്റെ കവിളത്തടിച്ചതായ കാര്യങ്ങളല്ല. എല്ലാം ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്നു. ഗീതു വന്നിട്ട് പറഞ്ഞു, അല്ല കണ്ണേട്ടൻ എന്താ ആലോചിച്ചോണ്ടിരിക്കണം നിൽക്കും. ഒന്നുമില്ല, എനിക്കറിയാം കണ്ണേട്ടന്റെ മനസ്സിൽ ഇപ്പം അമ്മയോടുള്ള പഴയ ദേഷ്യമൊന്നും ഇല്ലല്ലേന്ന് ചോദിക്കാണ്. വിജയലക്ഷ്മി അമ്മേനെ ഇപ്പം കണ്ണേട്ടൻ കാര്യമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, എന്ന് നിന്നോടാര് പറഞ്ഞു? പറയൊന്നും വേണ്ട, എനിക്കറിയാം. മുഖത്തൊന്നും ഇത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഗോവിന്ദേട്ടൻ അമ്മേനെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം കണ്ണേട്ടൻ അറിയാം അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊരു തോന്നൽ ഇപ്പം മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുക. എങ്ങനെ പറഞ്ഞു? എനിക്ക് മനസ്സിലായി. സ്വന്തം അമ്മേനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞൊക്കെ എനിക്കെന്താ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എന്താ പൊട്ടിയാണോന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, എനിക്കറിയാം കണ്ണേട്ടാ. ഒരു പക്ഷേങ്കില് കണ്ണേട്ടനൊന്ന് അമ്മേനെ ചേർത്ത് പിടിച്ചാൽ മതി. അമ്മയുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ വേദനകളൊക്കെ ഉരുകി ഒലിച്ചു പോകും. നിങ്ങളോട് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മതി. ഇത്രയും നാളും കണ്ണേട്ടനോട് പറയാതെ വെച്ചിരുന്ന ആ വലിയ രഹസ്യത്തിന്റെ വാതില് ഒരു പക്ഷേങ്കിൽ അമ്മ കണ്ണേട്ടന് മുന്നിൽ തുറക്കും. എങ്ങനെയാണെന്നറിയോ? ചോദിക്കാതെ തന്നെ ചിലപ്പോൾ പറഞ്ഞിരിക്കും. ഒരാശ്വാസവാക്ക് മതിയായിരിക്കും അതിനു വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ കണ്ണേട്ടൻ അങ്ങനെ ചെയ്യാൻ തയ്യാറാവണം. അമ്മയായിട്ട് കൂടുതൽ അടുക്കണം. എങ്കിൽ മാത്രമേ അമ്മയ്ക്ക് തുറന്നു പറയാനുള്ള ആ മനസ്സുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അതിനുള്ള മനസ്സുണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടോ കോയിന്ന് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല ഗീതു ഇത്. നിനക്കിത് പെട്ടെന്ന് പറയാൻ സാധിക്കും. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയാം. ഇനിയിപ്പം കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം സ്വന്തം പെറ്റമ്മയാണ്. ആ ഒരു ബോധം എപ്പോഴും വേണം. രാധികാമ്മയുടെ സ്വഭാവം മനസ്സിലായല്ലോ. രാധികാമ്മ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് കണ്ണേട്ടനെ മനസ്സ് മാറ്റി വെച്ചിട്ട് ഇത്രയും കാലം. പക്ഷെ അതൊന്നും അല്ല സത്യം. അതിനപ്പുറത്തേക്ക് എന്തോ ഒരു സത്യമുണ്ട്. അത് കണ്ണേട്ടൻ കണ്ടെത്താൻ ശ്രമിക്കണം. അത് വിജയലക്ഷ്മി അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മ അത് തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാ. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ അമ്മയായിട്ട് കൂടുതൽ അടുക്കണമെന്ന് പറയണം. പിന്നീട് അതും പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം ഗോവിന്ദനാണ് ആകെപ്പാട് ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്നവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പോക്കണ്ടപ്പോൾ തനിക്ക് സഹിച്ചില്ല. രാധികാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. രാധികാമ്മയും കൂടെ ചേർന്നിട്ടുള്ള കളിയാണോ ഇന്ന് അനാർക്കലി വന്നതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഒരുപക്ഷെ അങ്ങനെയാണോ? ഇനി അങ്ങനെയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചത് തന്നെ? ഇപ്പൊ അനാർക്കലി ഈ വീട്ടിലേക്ക് വരുത്തിയിട്ട് രാധികാമ്മയ്ക്ക് എന്ത് പ്രയോജനം കിട്ടുന്നേ? എത്ര ആലോചിച്ചിട്ടും ഗോവിന്ദനോട് എത്തും പിടിയും കിട്ടിയില്ല. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന് പോലും അറിയത്തില്ല. രാധികാമ്മ മനഃപൂർവ്വം തന്നെയും അമ്മേനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു നാടകം രാധികാമ്മ കളിച്ചേ? അതോർത്ത് ഇനിയിപ്പോ ഗോവിന്ദന് തോന്നി ചിലപ്പോ അതായിരിക്കും സത്യം.
രാധികാമ്മ കളി കണ്ട് ആസ്വദിച്ച് നിൽക്കുമല്ലായിരുന്നോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കും തോറും ഗോവിന്ദന്റെ മനസ്സിലേക്ക് പല പല സത്യങ്ങളും ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. രാധികാമ്മയുടെ കള്ളത്തരം, രാധികാമ്മ ഇതിനു മുമ്പ് ചെയ്ത വലിയ ചതിയെക്കുറിച്ചൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിക്കുവാണ്. ഒരു പക്ഷെ ഗീതു പറഞ്ഞായിരിക്കും ശരി. ഗീതു തനിക്ക് ദോഷമുള്ള ഒരു കാര്യവും പറയത്തില്ല, നന്മയെ കരുതി മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതുവരെ അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാ. മുമ്പ് അവൾ തന്നോട് പറയായിരുന്നു അമ്മയെ സ്നേഹിക്കണമെന്ന്, പക്ഷെ താനത് കേട്ടില്ല. അമ്മയെ താനൊരു അല്ലെങ്കിൽ തന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കണ്ടുപോന്നു. അതാ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്നുള്ള കാര്യം ഗോവിന്ദ് തിരിച്ചറിയുകയാണ്. ആ സമയം വല്ലാത്ത ടെൻഷനിൽ അനാർക്കലി വീട്ടിലിരിക്കോ. അനാർക്കലിക്ക് സഹിച്ചില്ല. പിന്നീട് അനാർക്കലി നേരെ രാധികേനെ വിളിക്കുകയാണ്. രാധികേനെ വിളിച്ചിട്ട് അതെ, എനിക്ക് നിന്നോട് കുറച്ച് കാലം സംസാരിക്കാണെന്ന് പറയും. എന്താ? നീ അല്ല എന്തിനാ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചെന്ന് ചോദിക്കുക. എന്തിന്? അങ്ങോട്ട് വന്നോണ്ട് എനിക്ക് ആ പട തലയ്ക്ക് ഭ്രാന്തായി അറിയാവോ. ആ രഞ്ജുവിനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അവളുടെ കർണത്ത് അടിക്കേണ്ട വന്നു. പാവം കൊച്ച്, എന്തിനു വേണ്ടിയിട്ടാന്ന് പോലും അറിയത്തില്ല. നീ എല്ലാത്തിനും കാരണക്കാരി എന്ന് പറയാ. ഇത് കേട്ടതും രാധിക പറഞ്ഞു, പിന്നെ ഒരടിയുടെ കുറവ് അവൾക്കുണ്ടായിരുന്നു, അത് കിട്ടുകയും ചെയ്തു. ആ വിജയലക്ഷ്മിയുടെ മോളല്ലേ, ഒരെണ്ണമല്ല 9 എണ്ണം കൊടുത്താലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാ. വേണ്ട, അത് ശരിയായ കാര്യമല്ലായിരുന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്ത വലിയ അപരാധം തന്നെ രാധിക എന്ന് പറയാം. പിന്നെ അതൊക്കെ നിന്റെ വെറും തോന്നല അനാർക്കലി, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഞാനൊക്കെയാണ് അവളെ അവിടെ ഇട്ട് വലിച്ചു കീറുകയുള്ളെന്ന് പറയണം. ഇത് കേട്ടതും അനാർക്കലി, നിനക്ക് ഇതുകൊണ്ട് എന്ത് ലാഭമാ രാധിക ഉണ്ടാകുന്നേ? ആ പാവം പെങ്കൊച്ചിന്റെ കണ്ണീര്, ഒന്നാമത്തെ കാര്യം പ്രഗ്നന്റും കൂടെ അല്ലേ. എന്തോ അവൾ എന്നോട് മിണ്ടായിരുന്നിട്ട് എനിക്ക് എന്തോ വലിയ വിഷമം, മനസ്സിനകത്ത് എന്തോ ഒരു വലിയ ബുദ്ധിമുട്ട്, ചങ്കിനകത്ത് എന്തോ ഒരു കല്ല് കയറ്റി വെച്ചൊരു ഭാരം അനുഭവപ്പെടുമെന്ന് പറയണ. ഇതൊക്കെ അങ്ങോട്ട് നാളെ ആകുമ്പത്തേനും മാറിക്കോളും. നിനക്ക് എന്താ അവളോട് ഇത്ര സോഫ്റ്റ് കോൺട്ര? നിന്റെ മോളൊന്നും അല്ല അവള്, പിന്നെന്താ കുഴപ്പമെന്ന് വെക്കും. അതെനിക്കറിയില്ല. ഒരു പക്ഷേങ്കിൽ എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതേ പ്രായം കണ്ടാനോ, അവളുടെ അത്രയും പ്രായം കണ്ടാനോ. അതുകൊണ്ടായിരിക്കും എനിക്ക് അവളോട് ഒരു പ്രത്യേക വാത്സല്യം അടുപ്പൊക്കെ തോന്നേ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല രാധിക എന്ന് പറയാ. അതെ, നിന്റെ തത്വം കേട്ടാണ്ടിരിക്കാണെന്ന് എനിക്ക് സമയമില്ല, ഞാൻ ഫോൺ വെക്കുമെന്ന് പറഞ്ഞ് രാധിക ഫോൺ വെച്ചു. എന്നിട്ടും അനാർക്കലിക്കൊരു സമാധാനം വന്നില്ല. ആ സമയം രഞ്ജു ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. രഞ്ജുവിന് മനസ്സിൽ നല്ല നല്ല വിഷമം തട്ടി. പിന്നീട് രഞ്ജുവിന്റെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞൊഴുകുക. അപ്പം രഞ്ജു ഇങ്ങനെ ഓർക്കുക, താൻ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കാൻ? അവര് തന്റെ ആരുമല്ല. പക്ഷെങ്കിൽ അവര് വിളിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തോ ഭയങ്കര ദേഷ്യമായിരുന്നു അവരോട്. പക്ഷെ അവരോട് സംസാരിക്കാനൊക്കെ തോന്നുന്നു മനസ്സിലേക്ക്. ആരും അല്ലാഞ്ഞിട്ട് കൂടി എന്തൊക്കെയോ ഒരു ദേഷ്യമാണോ സങ്കടമാണോ എന്താന്ന് പറയാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാ. പിന്നീട് രഞ്ജു എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. മൂക്കിക്കുള്ള ബ്ലഡ് വരുന്നു. പെട്ടെന്ന് രഞ്ജു ഓർത്തു, താൻ മെഡിസിൻ കഴിക്കുന്നില്ല, 2 ദിവസം മെഡിസിൻ മുടക്കിയിരിക്കുക. ഇനി അതുകൊണ്ടാണ് മൂക്കിക്കുള്ള ബ്ലഡ് വരുന്നത്. രഞ്ജുവിന് എന്ത് ചെയ്യണം നടത്തില്ല. രഞ്ജു പെട്ടെന്ന് അങ്ങനെ നിൽക്കുന്ന ഇപ്പിൽ അങ്ങോട്ട് ബോധം കെട്ട് വീഴുവാണ്. ആ സമയം അനാർക്കലി എന്ത് ചെയ്യുവാണ്? അനാർക്കലി രഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. കോളിംഗ് ബെല്ല് അടിച്ച് കഴിയുമ്പോഴത്തേനും പോയി കഥവ് തുറന്ന് നോക്കുവാണ്. കഥവ് തുറന്ന് നോക്കിയപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഒരാൾ അങ്ങോട്ട് കയറി വന്നു. പെട്ടെന്ന് അയാളെ കണ്ടതും അനാർക്കലി ഒന്ന് ഞെട്ടുവാണ്. കാരണം അയാളെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കഥയിലെ പുതിയ വില്ലൻ രംഗപ്രവേശനം ചെയ്യുവാണ്. അത് ഒന്നെങ്കിൽ അനാർക്കലിക്ക് ഫേവറായിട്ടുള്ള ആളായിരിക്കും. ഗോവിന്ദന്റെ പ്രധാന ശത്രുവാണ് വരുന്നത്. അനാർക്കലിയുമായിട്ട് അയാൾക്ക് എന്താ ബന്ധം എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ രഞ്ജുവിന് എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. രഞ്ജുവിന് വീണ്ടും അസുഖം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമായിരിക്കും, അല്ലെങ്കിൽ രഞ്ജുവിനും ദോഷമായിരിക്കും. ഇനിയിപ്പോൾ ആ സത്യങ്ങളൊക്കെ അനാവരണം ചെയ്യാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ സർജറി വേണ്ടി വന്നാൽ വിജയലക്ഷ്മിയുടെയോ ഈ പറയുന്ന ഗോവിന്ദന്റെയോ ഒന്നും ആവശ്യം വേണ്ടി വരത്തില്ല. കാരണം അവരെ കൊണ്ടൊന്നും പറ്റില്ല. കാരണം അവരൊന്നും ബ്ലഡ് ഗ്രൂപ്പ് അല്ലല്ലോ. ഇനിയിപ്പം അനാർക്കലി തന്നെ മോളെന്നുള്ള സത്യം വിജയലക്ഷ്മിക്ക് അല്ല, അനാർക്കലിയാണ് രഞ്ജുവിന്റെ അമ്മയെന്നുള്ള സത്യം വിജയലക്ഷ്മിക്ക് തുറന്ന് പറയേണ്ടതായിട്ട് വരുമായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പിന്നെ ആ ശത്രുവിന്റെ വരവ് എന്തിനു വേണ്ടിയെന്ന് അറിയത്തില്ല. ഗോവിന്ദനെ തകർക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അയാളുടെ വരവോട് കൂടിയിട്ട് ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളും അങ്ങനെ പുറത്താകും പോവുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.